നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. നാട്ടിക 9ാം വാർഡിൽ ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പ്. കൊട്ടിക്കലാശം ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ച 3 മുന്നണികളും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നാടെങ്ങും പ്രതിഷേധം. പയ്യന്നൂരിലും കുറുമ്പിലാവിലും ദേശവിളക്കുത്സവങ്ങൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അഭിമാന പോരാട്ടം നടക്കുന്ന നാട്ടിക 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഞായറാഴ്ച വൈകിട്ട് 6-ന് അവസാനിച്ചു. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണം കൊഴുപ്പിച്ചു. LDF നാട്ടിക പുരോഗമന വേദി പരിസരത്തും NTA ശ്രീവിലാസ് UP സ്കൂൾ പരിസരത്തും UDF രജിസ്റ്റർ ഓഫീസ് പരിസരത്തും കേന്ദ്രീകരിച്ചാണ് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. CPM അംഗമായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. LDF സ്ഥാനാർത്ഥിയായി CPM-ലെ V ശ്രീകുമാറും UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ P വിനുവും NDA സ്ഥാനാർത്ഥിയായി BJP-യിലെ ജ്യോതിദാസുമാണ് മത്സരരംഗത്തുള്ളത്. ചൊവ്വാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. AUP സ്കൂളിലെ 2 ബൂത്തുകളിലായി രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തെരഞ്ഞെടുപ്പ് നടക്കും. 1516 വോട്ടർമാരാണ് വാർഡിലുള്ളത്. ബുധനാഴ്ച രാവിലെ 10-ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി P വിനുവിന്റെ പ്രചരണാർത്ഥം സ്നേഹസായാഹ്ന യാത്ര നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കൂടിയുള്ള റാന്തൽ വിളക്ക് കൊളുത്തിയിട്ടുള്ള പ്രതിഷേധം കൂടിയായി സ്നേഹസായാഹ്ന യാത്ര. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ സ്നേഹസായാഹ്ന യാത്ര ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, KA ഹാറൂൺ റഷീദ്, K ദിലീപ് കുമാർ, VR വിജയൻ, CM നൌഷാദ്, PI ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. LDF നാട്ടിക 9ാം വാർഡ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി.
പൊതുയോഗം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. CS മണി അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ്, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, UK ഗോപാലൻ, KR സീത, KA വിശ്വംഭരൻ, KB ഹംസ, ജൂബി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KK സന്തോഷ്, നികിത P രാധാകൃഷ്ണൻ, ഐഷ B അബ്ദുൽ ജബ്ബാർ, സ്ഥാനാർത്ഥി V ശ്രീകുമാർ, E ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ പ്രശ്നം അത് തന്നെ. ഇപ്പം അതൊന്നും വിശദീകരിക്കേണ്ട വിഷയമല്ല. ഇന്ന് അഖിലേന്ത്യാ തലത്തിലുള്ള പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയ ആശയം തിരഞ്ഞെടുക്കുമ്പോൾ, ഏത് രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ചിന്ത ഉണ്ടാവണം. എന്തെങ്കിലും വികാരം കണ്ട്, ഭംഗി കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടോ വോട്ട് ചെയ്യുക. ഇവിടെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളാണ്. എങ്ങനെ വേണം ഈ സമൂഹം എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളാണ്, നിലപാടുകളാണ്. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയത്തിൻ്റെയും ആരാണ് പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ അന്തരീക്ഷത്തിൽ? ഈ മക്കൾ മാത്രമല്ല, അവരുടെ മക്കളും സ്വസ്ഥമായി ഈ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഉറപ്പാക്കിക്കോളൂ, ഈ നാട്ടിൽ മതനിരപേക്ഷ ഭരണകൂടം വേണം. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ സമരം നടത്തി. വലപ്പാട് കോതകുളത്ത് നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സുമേഷ് പാനാട്ടിൽ, മണ്ഡലം സെക്രട്ടറി സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പിള്ളി, KH കബീർ, പ്രസാദ് മണക്കാട്ടുപടി, ബിനോയ് ലാൽ, വൈശാഖ് വേണുഗോപാൽ, നാസർ പാർപ്പുറം, ഡേവിസ് വലപ്പാട്, ശരത് KH എന്നിവർ പങ്കെടുത്തു. ഒരിക്കൽ കൂടി സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ ബഹുമാനായ നേതാവ് AICCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഓരോ വീട്ടിലും മീറ്റർ വെച്ചുകൊണ്ട് കക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ വീട്ടിൽ മീറ്ററുകൾ വെച്ച് മീറ്ററിന്റെ അടിസ്ഥാനത്തിൽ കക്കുന്ന പ്രവൃത്തിയാണ് കേരളത്തിന്റെ സർക്കാർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പകൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PA അഹമ്മദ് ഉണ്ണി, IP പ്രഭാകരൻ, CM രഘുനാഥ്, ML സെബാസ്റ്റ്യൻ, PD ബെന്നി, മണ്ഡലം ഭാരവാഹികളായ AA മുഹമ്മദ്, അസ്വലി അരേങ്കര, PV ഉണ്ണികൃഷ്ണൻ, അഭിനവ് വാലത്ത് എന്നിവർ പങ്കെടുത്തു. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട, CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ, മഹിളാ സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വസന്ത ദേവലാൽ, കിസാൻ സഭ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ പുല്ലാട്ട, AITUC പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൻ വലപ്പാട്, NREG AITUC പഞ്ചായത്ത് സെക്രട്ടറി സുഗന്ധി ഉല്ലാസ്, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം KS ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 സംഘടിപ്പിച്ചു. തളിക്കുളം ഹൈസ്കൂളിൽ നടന്ന കേരളോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, 10ാം വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ, സ്കൂൾ പ്രധാനാധ്യാപിക അബ്സദ്, കേരളോത്സവത്തിന്റെ ചുമതലയുള്ള ധന്യ, അരുൺ, മുരളി, മുൻ യൂത്ത് കോർഡിനേറ്റർ ഷാഫി, ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ EU അഹാസ്, NP ഫ്രാൻസിസ് എന്നിവർ ജേതാക്കളായി.
കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 125 പേരാണ് പങ്കെടുത്തത്. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പെള്ളായിൽ, സെക്രട്ടറി KV വത്സകുമാർ, അംഗങ്ങളായ KK സജീവൻ, KB സഹജാത്മൻ, KK സന്തോഷ്, KV തമ്പി എന്നിവർ സംസാരിച്ചു. അതിൽ വിജയിയാവുക എന്നുള്ളത് മാത്രമല്ല, ആ മത്സരത്തിൽ നമ്മൾ ഭാഗവാക്കാവുക, ആ മത്സരത്തിൽ നമ്മൾ പങ്കാളികളാവുക, ആ മത്സരത്തിന് വേണ്ടി നമ്മൾ മാനസികമായും ശാരീരികമായും ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചില സ്പെഷ്യാലിറ്റികളൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. മെൻ്റലി ചെസ്സൊക്കെ ആവുമ്പോൾ മെൻ്റലി നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും ആദ്യം പറയാനുള്ള കാര്യം, ജില്ലാ ചെസ് അസോസിയേഷൻ മതിലകം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ഗ്രാമനന്മ മതിലകം ഓവറോൾ ജേതാക്കളായി. മാസ്ക് മതിലകം 2ാം സ്ഥാനവും സെൻട്രൽ ബീച്ച് 3ാം സ്ഥാനവും നേടി. ET ടൈസൺ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, സംഘാടക സമിതി അംഗങ്ങളായ KY അസീസ്, TR ഷാജി, അബ്ദുൽ ഖാദർ, ആഷിഖ്, VI ഇൻസാഫ്, CB രാജേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ദേശവിളക്ക് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്കുത്സവം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തയ്യാറാക്കിയ വേദിയിൽ നടന്ന ചടങ്ങുകൾക്ക് ശിവദാസ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട്, ശാസ്താംപാട്ട്, ഭജന, കെട്ടുനിറ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്ത മണ്ഡപത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന സംഗീത കച്ചേരികളിൽ മാസ്റ്റർ കൃഷ്ണദേവ്, ആദിത്യദേവ് V പുന്നേറുകുളം എന്നിവർ പാടി. വിഷ്ണുപ്രസാദും ചിത്ര ത്യാഗരാജനും ഭരതനാട്യം അവതരിപ്പിച്ചു. ശിവഗംഗ നാഗരാജ് അവതരിപ്പിച്ച അഷ്ടപതിയും സോപാന സംഗീതവും ഹൃദ്യമായിരുന്നു. തുടർന്ന് മണ്ഡപത്തിൽ ശ്രീഷ്മാചന്ദ്രനും ശിഷ്യരും അവതരിപ്പിച്ച ഭരതനാട്യവും ചെമ്മാപ്പിള്ളി പാരിജാതവും അരിമ്പൂർ മഹാവിഷ്ണു ക്ഷേത്രം മഹിളാ സമിതിയുടെ തിരുവാതിരക്കളിയും നടന്നു.
പെരിഞ്ഞനത്ത് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. കൂട്ടത്തോടെ എത്തിയ കടന്നലുകളുടെ കുത്തേറ്റ തൊഴിലാളിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. അഴീക്കോട് സ്വദേശി മുജീബിനെയാണ് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ പെരിഞ്ഞനം ചക്കരപ്പാടത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. ചപ്പും ചവറും വാരി തീയിട്ടപ്പോൾ മരക്കൊമ്പിലുണ്ടായിരുന്ന കടന്നൽ കൂട്ടം ഇളകുകയായിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റ് കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്കേ. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊനാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. തൃപ്രയാർ കിഴക്കേനട പൈനൂർ അയ്യപ്പ യോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൈനൂർ ദേശവിളക്ക് ഭക്തി നിർഭരമായി. എരക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. മച്ചാട് തങ്കരാജും പാർട്ടിയും അവതരിപ്പിച്ച ഉടുക്കുപാട്ട് കമ്പടിയായി. തുടർന്ന് കിഴക്കേനട വഴി പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിച്ചു. രാത്രി ശാസ്താംപാട്ടും പുലർച്ചെ പാൽക്കണ്ടി എഴുന്നള്ളിപ്പും കനലാട്ടവും വെട്ടും തടയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനം സോമസുന്ദരൻ നടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാത്രിയും അന്നദാനം നടന്നു. അയ്യപ്പയോഗം പ്രസിഡന്റ് KS പ്രേമരാജൻ,
സെക്രട്ടറി ശ്രീകേഷ് ചന്ദ്രൻ, ട്രഷറർ ശിവരാമൻ വൈക്കത്ത, എ സതീഷ് ചന്ദ്രൻ, വി എസ് അനിൽകുമാർ, സന്തോഷ് നടുവിലേടത്ത, ഗോഷി പട്ടത്തുപറമ്പിൽ, കെ ആർ പ്രവീൺ, ഗുരുസ്വാമി കൃഷ്ണൻകുട്ടി, വിജയകുമാർ മണിയങ്ങാട്ടിൽ, ശ്രീനിവാസൻ, സി വിജയകുമാർ, കെ എം പുരുഷോത്തമൻ, രാജേഷ് പുതുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വാടാനപ്പള്ളി ശാഖയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രം മൈതാനിയിൽ വർഷം തോറും നടത്തിവരാറുള്ള ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. 2 ദിവസങ്ങളായി നടത്തിയ ദേശവിളക്ക് മഹോത്സവത്തിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച പുലർച്ചെ ബ്രഹ്മശ്രീ ചെമ്മാലിൽ ബിജു നാരായണൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് കാൽനാട്ട് കർമ്മവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം, ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, താലം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിപ്പും തുടർന്ന് ശാസ്താംപാട്ടുമുണ്ടായിരുന്നു. പുലർച്ചെ മഹാഗുരുതിയും നടത്തി. ശനിയാഴ്ച രാവിലെയും വൈകിട്ടുമായി നടത്തിയ പ്രസാദകൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഭാരവാഹികളായ ചെയർമാൻ പ്രകാശൻ കടവിൽ, സെക്രട്ടറി സിന്ധു മദൻ മോഹൻ, ജനറൽ കൺവീനർ കെ എ രാഹുലൻ, ട്രഷറർ വി എൻ നാരായണ ബാബു, മാതൃസമിതി ചെയർപേഴ്സൺ മാല ജഗദീശൻ എന്നിവർ നേതൃത്വം നൽകി. CPI നേതാവ് കാർത്യായനി ടീച്ചറുടെ 11ാം ചരമവാർഷികത്തിന്റെ സ്മരണയ്ക്ക് കേരള മഹിളാ സംഘം നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. പരിപാടി CPI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ്, CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി CR മുരളീധരൻ, കേരള മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിന പർവീൻ, താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ജ്യോതിലക്ഷ്മി വസന്തൻ, ഷീല ബൈജു, മീന സുരേഷ്, ബീന നന്ദൻ, കമ്മിറ്റി അംഗങ്ങളായ ഷീജ സദാനന്ദൻ, അജിത മോഹനൻ, രമ സുരേഷ്, രഹന സനിത, നിർമ്മല ദാസൻ, ദീപ ഉല്ലാസ്, സ്കൂൾ ഡയറക്ടർമാരായ ഷാജി മാമ്പിള്ളി, സുധാകരൻ എറവിൽ എന്നിവർ പങ്കെടുത്തു. കാർത്യായനി ടീച്ചർ അനുസ്മരണ ദിനത്തിൽ അന്തിക്കാട് ചടയമുറി സ്മാരകത്തിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി.
കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇഞ്ചമുടി കുറുമ്പിലാവ് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ചിറക്കൽ സെന്റ് ആന്റണീസ് പള്ളി വികാരിയും കമ്മിറ്റി പ്രസിഡന്റും കൂടി ഭദ്രദീപം തെളിയിച്ചു. കണ്ണോളി ത്രിപുരസുന്ദരി ക്ഷേത്രത്തിലെ അത്തിക്കൽ ശാസ്താ നടയിൽ നിന്നും ആന, പഞ്ചവാദ്യം, ചിന്തുപാട്ട്, ഉടുക്കുപാട്ട്, താലത്തോടു കൂടി തുടങ്ങിയ പാലക്കൊമ്പെഴുന്നള്ളത്തും നടത്തി. മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. കുറ്റുമുക്ക് ഉണ്ണികൃഷ്ണനും പാർട്ടിയും അവതരിപ്പിച്ച ശാസ്താംപാട്ട്, ഭജന എന്നിവ നടന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഭഗവത് സിംഗ്, ചന്ദ്രൻ, അനീഷ്, സന്ദീപ് കൊല്ലാറ, ലതാ ബാബു, സാവിത്രി തുടങ്ങിയവർ നേതൃത്വം നൽകി. AITUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയുടെ പ്രചരണാർത്ഥം അസംഘടിത തൊഴിലാളി യൂണിയൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രചരണ സ്ക്വാഡ് നടന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രചരണ സ്ക്വാഡ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. AITUC നാട്ടിക മണ്ഡലം സെക്രട്ടറി AK അനിൽകുമാർ, മണ്ഡലം ട്രഷറർ രാജൻ പട്ടാട്ട്, അസംഘടിത തൊഴിലാളി യൂണിയൻ നാട്ടിക മണ്ഡലം സെക്രട്ടറി വസന്ത ദേവലാൽ, പ്രസിഡന്റ് പ്രകാശ് പള്ളത്ത്, മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ KS ഉണ്ണികൃഷ്ണൻ, നിവേദ് PV, വൈസ് പ്രസിഡന്റ് സദാനന്ദൻ കുണ്ടായിൽ, മണ്ഡലം ട്രഷറർ രതി രാമദാസ്, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി നാട്ടിക തുടങ്ങിയവർ സ്ക്വാഡിന് നേതൃത്വം നൽകി. ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വലപ്പാട് യൂണിയൻ സമ്മേളനം വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്നു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും പ്രകടനമായി വന്ന ഹാളിന് മുമ്പിൽ വെച്ച് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG രാജൻ അധ്യക്ഷനായി. PV വത്സൻ, ഏരിയ സെക്രട്ടറി ലിജി നിധിൻ, സെമിറ, അജിത ജെയിംസ്, സുനിൽകുമാർ KV, സുധാകരൻ, ലീന, KS മിനി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KG രാജൻ, പ്രസിഡന്റ് സെമീറ, സെക്രട്ടറി അജിത ജയസിംഗ്, ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളെ സംബന്ധിച്ച് മറ്റേത് തൊഴിലാളി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ചായ്വില്ലാതെ, ഒരു പ്രസ്ഥാനത്തോടും പ്രത്യേകിച്ചും മമതയില്ലാതെ സ്വന്തം നട്ടിൽ ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് 44 വർഷം പിന്നിട്ട് 44ാമത് സ്ഥാപകദിനം ആഘോഷിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ ഇത്രയും പഴക്കം ചെന്നൊരു സംഘടന അതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ അനുവർത്തിച്ചു വന്നിട്ടുള്ള നയങ്ങളിൽ ഒരു വ്യതിചലനവും ഇല്ലാതെ മുന്നോട്ട് പോകാനായി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തയ്യൽ തൊഴിലാളികളുടെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്പിക്കടവ് തത്തുമസി അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നമ്പിക്കടവിൽ നടന്ന ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. പുലർച്ചെ 108 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാവിലെ കാൽനാട്ടുകർമ്മം, വൈകിട്ട് തളിക്കുളം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും നാമജപം, ചിന്തുപാട്ട്, മുത്തുക്കുട, താലം, പഞ്ചവാദ്യം, നാദസ്വരം, വാദ്യമേളങ്ങളോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നമ്പിക്കടവിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഭജന, അന്നദാനം, ദീപാരാധന, അത്താഴപൂജ, പറനിറയ്ക്കൽ, അയ്യപ്പൻ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടും തടയും എന്നിവ നടന്നു. പ്രകാശൻ തന്ത്രികൾ, ദിനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. തത്തുമസി അയ്യപ്പ സേവാ സമിതി പ്രസിഡന്റ് KK അനിരുദ്ധൻ, സെക്രട്ടറി ബഗീഷ് പൂരാടൻ, ട്രഷറർ പ്രേംദാസ് പുളിക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കരുത്ത് ഉരി കത്തിയ ചാരമെടുത്ത് പെണ്ണിൻ കണ്ണെഴുത്ത് 100,000 പൊന്നുരണ്ടാലും മാറ്റു നിങ്ങളത് കരിങ്കാടിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാട് കൊടുവാടെടുത്ത് കൊടുവാടിതോടെ നീരാട് പദമൂലിയ നാട്യവിലാസം പതയോടെ നെയ്യാടി കലാശം ഫലങ്കാത്തിലും കൂടിയുടക്കും കൊണ്ടുപോകോളേ കരിങ്കാടിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാട്. എടമുട്ടം ശ്രീ നാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രം കിഴക്കേ ശാഖ പുതുതായി നിർമ്മിക്കുന്ന ശാഖാമന്ദിരത്തിന് തറക്കല്ലിട്ടു. ക്ഷേത്രമേൽശാന്തി സന്ദീപ് ശാന്തിയുടെ കാർമ്മികത്തിൽ ആവണങ്ങാട്ട് കളരിയിൽ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ശിലാസ്ഥാപനം നടത്തി. സമാജം പ്രസിഡന്റ് സുനിൽ കുമാർ അരയംപറമ്പിൽ, ശാഖാ പ്രസിഡന്റ് പ്രേമൻ ചെറിയാൻ പാടത്ത് എന്നിവർ ചേർന്ന് രഘുരാമ പണിക്കർക്ക് പൊന്നാട ചാർത്തി ആദരവ് നൽകി. ശാഖാ സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി, ട്രഷറർ അഡ്വക്കേറ്റ് AS സന്തോഷ് കുമാർ, സമാജം ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, സമാജം ജോയിന്റ് സെക്രട്ടറി സുമേഷ് എരനെഴുത്ത്, ശാഖാ ഭാരവാഹികളായ സുമോദ് എരനെഴുത്ത്, സുരേന്ദ്രൻ കമ്മാറ, മുരളീധരൻ തയ്യിൽ, സമാജം മുൻ പ്രസിഡന്റ് ജോഷി കൊട്ടുക്കൽ, വികാസ് ചക്കാലയ്ക്കൽ, പ്രദീപ് അരയംപറമ്പിൽ, ദിനേശ് അരയംപറമ്പിൽ, ജിജിൻ, ഗോപി, രാജേന്ദ്ര ബാബു, സിജു തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണത്തിൻ്റെ ആദ്യ കല്ല് ഇടുന്ന ഒരു വലിയ ധന്യമായിട്ടൊരു മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഏറ്റവും നമ്മളെല്ലാം ആരാധിക്കുന്ന ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ഇവിടെ ഒരു കല്ല് എൻ്റെ സാന്നിധ്യത്തിലൂടെ എനിക്ക് കൈകൊണ്ട് തൊട്ടത് സമർപ്പിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. AIDRM നാട്ടിക മണ്ഡലം കൺവെൻഷൻ പെരുങ്ങൂട്ടുകരയിൽ നടന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. സീന കണ്ണൻ അധ്യക്ഷയായി. KP സന്ദീപ്, ബാബു ചീങ്ങാരത്ത്, MV സുരേഷ്, KK ശിവൻ, CS മണി നാട്ടിക, KC ബൈജു എന്നിവർ സംസാരിച്ചു. പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പൊതുവേദിയായിട്ടാണ് നമ്മൾ ദളിത് റൈറ്റ്സ് മൂവ്മെന്റ് നൽകുന്നത്. ഇതില് AIDRMല് ദളിതരായിട്ടുള്ള സാക്കൾ മാത്രമേ മെമ്പർമാരാകാൻ പാടുള്ളൂ എന്നൊന്നും പാർട്ടി തീരുമാനിച്ചു. പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗ ക്ലാസ് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ ഈ വർഗ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന ദളിത് ജനവിഭാഗങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ നേരിടുന്ന അവരുടെ അതീവ പ്രാധാന്യമുള്ള നിരവധി അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ജനവിഭാഗങ്ങൾ നേരിടേണ്ടി വരുന്നത് പോലെയുള്ള വിഷയങ്ങളല്ല അവർ നേരിടേണ്ടി വരുന്നത്. തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച നടത്തുന്ന ഐ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ക്ലബ്ബും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും കൂടി സഹകരിച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. 353ാമത്തെ ഐ ക്യാമ്പാണ് ഞായറാഴ്ച നടന്നത്. 91 പേർ പങ്കെടുത്ത ക്യാമ്പിൽ 64 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, ലയൺസ് ഭാരവാഹികളായ VS വ്യാസബാബു, പ്രതാപൻ കളത്തിൽ, മാധവ മേനോൻ, ബിന്ദു സുരേന്ദ്രൻ, രഘു പുളിക്കൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്രയാർ ലൈവ് പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഐ ക്യാമ്പാണ്. ഇത് ഞങ്ങൾ തൃപ്രയാർ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് 353ാമത്തെ ഐ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ. മണലൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 2 മലമ്പാമ്പുകളെ പിടികൂടി. തോപ്പിൽ ടോണിയുടെ പുരയിടത്തിൽ നിന്ന് പറമ്പ് ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. മണലൂർ മഞ്ചാടി ചിറക്കാപ്പിനു സമീപത്ത് നിന്നാണ് മറ്റൊരു മലമ്പാമ്പിനെ പിടികൂടിയത്. 2 പാമ്പിനെയും ഫോറസ്റ്റ് റെസ്ക്യൂ പ്രവർത്തകർ പിടികൂടി കൊണ്ടുപോയി. ജീവന്റെ വിലയറിഞ്ഞ് സ്വന്തം ശരീരത്തിൽ നിന്ന് അവയവം ദാനം ചെയ്ത് ജീവിതം അസ്തമിച്ച സുമേഷിന്റെ ജീവിതത്തിന് വെളിച്ചമായ ഷൈജു സായിറാമിനെ പുള്ളിലെ വസതിയിലെത്തി അനുമോദനം നേർന്ന നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകര.
സഹോദരന്റെ വൃക്ക മാറ്റിവെക്കുന്നതിന് സഹായം ചോദിച്ചു വന്ന സഹോദരിയോട് തന്റെ വൃക്ക തരാമെന്ന് പറഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കിയ ഷൈജു സായിറാമിനെയും പിന്തുണ നൽകിയ ഭാര്യ സനിധയെയും നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തുറയൻ ഷാൾ അണിയിച്ചും ഉപഹാരം കൈമാറിയും അനുമോദിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മുൻ പഞ്ചായത്ത് മെമ്പർ പരമേശ്വരൻ, നിസാർ കുമ്മങ്കണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, രേണുക റിജു, ബിന്നി ആഞ്ഞിലപ്പടി, ജഗദീഷ് രാജ് വാളമുക്ക്, വിനോഷ് വടക്കേടത്ത്, രാമചന്ദ്രൻ പൂക്കാട്ട്, ബാബു CA എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഏറെ ഉദാത്തമായ മാതൃകയാണ് ഷൈജു സായിറാം ഇന്നിവിടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഒട്ടനവധി പേർ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ മുൻപിൽ പിരിവ് ചോദിച്ചു വന്ന സഹോദരിയോട് ആങ്ങളയ്ക്ക് കിഡ്നി തരാമെന്ന് പറയുകയും അത് യാഥാർത്ഥ്യമാക്കി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നാട്ടിലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറയാമെങ്കിലും പ്രവർത്തിച്ച് കാണിക്കാൻ എളുപ്പമല്ല. ആ പ്രവർത്തിച്ച് കാണിക്കലാണ് ഇന്ന് ഷൈജു നമ്മളോട് കാണിച്ചിട്ടുള്ളത്, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു വളരെ ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ തീരെ ഇല്ലായ്മയുള്ള ഒരു കുടുംബത്തിലേക്ക് തൻ്റെ സ്വന്തം വൃക്ക കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മഹനീയ മാതൃക കാണിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ നല്ല ഒരു ഭാവിയും ആശംസിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റിന്റെ ശീതീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. വർഗീസ് P ചാക്കോ, സൂരജ് PS, വർഗീസ് കോടങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. യൂണിറ്റിൽ വിശിഷ്ട സേവനത്തിന് ചാമ്പ്യൻസ് ഗ്രൂപ്പ് KP പുരുഷോത്തമൻ മെമ്മോറിയൽ പുരസ്കാരം നൽകി. ഏകോപന സമിതിയുടെ ചാരിറ്റി പദ്ധതിയായ സൗഭാഗ്യ നിധിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി മാതൃക കാട്ടിയ സിറ്റി സെബാസ്റ്റ്യൻ, CA ബൈജു എന്നിവർക്ക് ബെസ്റ്റ് അച്ചീവർ പുരസ്കാരം സമ്മാനിച്ചു. അഷ്റഫ് രംഗത്തൂർ നയിച്ച വ്യാപാര പ്രതിസന്ധി എന്ന വിഷയത്തെപ്പറ്റി മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷിക ദിനം മണലൂർ മണ്ഡലത്തിൽ വിപുലമായി ആചരിച്ചു. CPI മണലൂർ ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അനുസ്മരണ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. MR മോഹനൻ, സാജൻ മുടുവങ്ങാട്ടിൽ, VG രാധാകൃഷ്ണൻ, KK സെൻ, രാജേഷ് തെക്കേപുരയ്ക്കൽ, മിനി ഉണ്ണികൃഷ്ണൻ, VA ദിനേശൻ എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. അന്തിക്കാട് ആൾ ജംഗ്ഷന് സമീപം ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകളുടെ റീറ്റെയിൽ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടനല്ലൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ യതീന്ദ്രദാസ്, എറണാകുളം മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ലതാരാജ് P എന്നിവർ ചേർന്ന് ജൻ ഔഷധി റീറ്റെയിൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും സാധാരണക്കാരായ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വില കുറഞ്ഞ മരുന്ന്, എന്നിട്ട് ജൻ ഔഷധി മരുന്നുകൾ, കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുന്ന മരുന്നുകൾ എത്തിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചത് 8-9 വർഷം മുന്നാണ്, റിട്ടയർ ചെയ്ത സമയത്ത്. ഇനി എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ 1-2 പേരെന്നോട് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഭക്ഷണത്തേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മരുന്നിനാണ്. ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വരാൻ പോണില്ല, മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വിടും. ആ ഏരിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആലോചിച്ചപ്പോഴാണ് ഇത് എന്നെ തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങിയതെല്ലാം കുറച്ചുകൂടി ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെയാണ്. കാരണം സാറിൻ്റെ വീട് വലപ്പാടാണ്, അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെയാണ് തുടങ്ങിയത്. അപ്പം എന്തായാലും
സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അത് ഇനോഗ്രേറ്റ് ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടായതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിന് അവസരം ഉണ്ടാക്കിയത് എൻ്റെ തന്നെ ബ്രദറാണെന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ ഇത് ഒരു ഡോക്ടർക്ക് നിങ്ങൾക്കറിയാം എന്തൊക്കെ മരുന്നുകൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ വരുത്തണം, അത്രയ്ക്ക് വിവരം മറ്റുള്ളവർക്കുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ സ്റ്റോറിനുണ്ട്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് PS, വാർഡ് മെമ്പർ മിൽന സ്മിത്ത്, താനും ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വളരെ മെഡിസിൻ ആയാലൊക്കെ വളരെയധികം പൈസ ഭീമമായ തുക ചെലവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിലുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജൻ ഔഷധി എന്ന് പറയുമ്പോൾ നമ്മൾ 4/1 രൂപ മാത്രം കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗത്തിനുള്ള മെഡിസിനുള്ള പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മെഡിസിൻ വാങ്ങിക്കാൻ പറ്റും. എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടുത്തെ സാധാരണക്കാർക്കായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിന് കാണുന്നത്. BPL കാർഡുകാർക്ക് കുറച്ച് കൊടുക്കണം, ആളുടെ സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ഫീസ് കുറച്ച് കൊടുക്കണമോ എന്ന് പോലും എന്നോട് ചോദിക്കുകയുണ്ടായി ഒരു സമയം. ഡോക്ടർ ജഗദീഷ് രാജ് മെഡിക്കൽ സംബന്ധമായ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആശുപത്രിയിൽ കൺസൾട്ടേഷൻ, അഡ്മിഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വലിയൊരു തുക ചെലവ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൻ ഔഷധി എന്ന ഒരു സംരംഭം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ജൻ ഔഷധി എന്ന സംരംഭത്തിൽ നമ്മൾ സാധാരണ പുറമേ നിന്ന് കിട്ടുന്ന മരുന്നുകളുടെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല മരുന്നുകൾക്കും, എല്ലാവരും ഞാൻ പറയുന്നില്ല, പല മരുന്നുകൾക്കും 4/1 മാത്രമാണ് ഇവിടെ വില വരുന്നത്. സ്ഥാപന ഉടമ സ്മിത KS നന്ദി പറഞ്ഞു. അങ്ങേയറ്റം വിലക്കുറവും സകല ക്വാളിറ്റി ടെസ്റ്റുകളും കഴിച്ചിട്ടുള്ള ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകൾ റീറ്റെയിലായി അന്തിക്കാട്ടെ ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകളുടെ ഷോപ്പിൽ ലഭ്യമാണ്. കൂടാതെ ചെസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, MBBS, MD, DTCP വിദഗ്ധനായ ഡോക്ടർ ജഗദീഷ് രാജ് എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. 3:30 മുതൽ 4:30 വരെയാണ് ഡോക്ടറുടെ പരിശോധന സമയം. BPL കാർഡ് ഉടമകൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 6238431623 അല്ലെങ്കിൽ 9539731826. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക 9ാം വാർഡിൽ ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പ്. കുട്ടിക്കലാശം ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ച 3 മുന്നണികളും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നാടെങ്ങും പ്രതിഷേധം. പയ്യന്നൂരിലും കുറുമ്പിലാവിലും ദേശവിളക്കുത്സവങ്ങൾ ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.